ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വ്യാപകമായി ധർണ നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ BVVS സംസ്ഥാന അധ്യക്ഷൻ N. അജിത് കർത്ത ധർണ ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുന്നിലായി നടന്ന ധർണകളിൽ BVVS സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. വാടക ഇനത്തിൽ ഉൾപ്പെടെ 18% GST ചുമത്താനുള്ള GST കൗൺസിലിന്റെ തീരുമാനം ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിൽ വില വർധനവിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭാരതീയ വ്യവസായി സംഘം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിയത്. അശാസ്ത്രീയമായ തീരുമാനം പിൻവലിക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു. പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം GST ഏതൊക്കെ ലക്ഷ്യങ്ങളാണോ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സമയത്ത് മുന്നോട്ട് വച്ചിരുന്നത്, അതിൽ നിന്നെല്ലാം GST കൗൺസിൽ വ്യതിചലിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച ഇന്ന് 7 വർഷത്തിന് ശേഷം 2024 GSTയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന സമയത്ത് വ്യാപാരി വ്യവസായി സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. 33 അംഗ GST കൗൺസിലിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു പ്രതിനിധി പോലും ഇല്ലാത്തതാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ കാരണം. അതിനാൽ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികളും പൊതുജന പ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും ഉൾക്കൊള്ളുന്ന ഒരു GST നയരൂപീകരണ സമിതി രൂപീകരിക്കണമെന്നും BVVS ആവശ്യപ്പെട്ടു. തുടർ നടപടികളുടെ ഭാഗമായി ഈ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ മേഖലയിൽ വ്യാപകമായ ഒപ്പുശേഖരണം നടത്താനും ഒരു ഭീമഹർജി തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര GST കമ്മീഷണറെ സമീപിക്കാനും ഭാരതീയ വ്യാപാരി വ്യവസായ സമിതി ഒരുങ്ങുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലായി നടത്തിയ ധർണയിൽ ഭാരതീയ വ്യാപാര വ്യവസായ സമിതി ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.